മുറുകെ പിടിച്ചോണം. നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം വിഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കും. ഡോക്ടർ, സഹതാപം അർഹിക്കാത്ത ക്രിമിനലാണ് അയാൾ. മനുഷ്യ മനസ്സുകളെ പറ്റി പഠിച്ച എനിക്ക് നിങ്ങളുടെ വാദങ്ങളും ശരി കാണാനാകും. ബട്ട് ഐ ആം എ ഡോക്ടർ. ഇന്ന് അയാൾ എൻ്റെ പേഷ്യൻ്റാ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അയാളിപ്പോൾ. ഒരു താളപ്പിഴ, അത് മതി. പിന്നീട് ഒരിക്കലും അയാൾ സ്വനിലയിലേക്ക് തിരിച്ചു വന്നെന്ന് വരില്ല. കുറെ എത്തിക്സ് നിരത്താനുണ്ടാവും നിങ്ങൾ ഡോക്ടർമാർക്ക്. അവൻ ചെയ്ത ബ്രൂട്ടൽ തിങ്സ്. വാട്ട് ഫൂളിഷ്നെസ്. You can't take him with my permission. You are still on. അപ്പോ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. ഡോക്ടർ, I will come back with my force.
ഹലോ വാട്ട്? ഹലോ Shit. ഛെ. ആ ഇതവളെ എന്റെ ഭാര്യ. ഇന്നലത്തെ വെടിക്കെട്ട് ഞാൻ കരിഞ്ഞു എന്നറിയാൻ വേണ്ടി വിളിക്കുക. ഹലോ. നീ എന്തിനാണ് തലയിൽ വെക്കണത്? നിനക്കത് ആ ഷർട്ടിന്റെ പോക്കറ്റ് ഇട്ടൂടെ? ഷർട്ടിന്റെ പോക്കറ്റില്ല, ഹൃദയത്തിന് കേടാണ്, പ്രവർത്തനം നിലച്ചു. ആ എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ട്രൗസറിന്റെ പോക്കറ്റ് ഇടും. ട്രൗസറിന്റെ പോക്കറ്റില്ല, എന്നിട്ട് വേണത്. അയ്യോ അത് ഞാൻ ഓർത്തില്ലടാ. വേണ്ട വേണ്ട. ഒരു 10 പൂരം മുമ്പ് വരെ ഇത്രയിടം വരുമ്പോഴേക്കും കഴുത്തറ്റം മുങ്ങും, പെരല് വെച്ചാൽ മുറിയണ ഒഴുക്കും. ഓർമ്മയുണ്ടോ ഭരതന്? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ കേട്ടോ? അന്ന് സ്ഥിരമായിട്ടൊരു ആലിക്കായിരുന്നു ഇവിടുത്തെ കടത്തുകാരൻ. ചെക്കനായിരുന്നു എന്നെയും തോളിലേറ്റി അക്കരയിൽ നിന്ന് വരുന്ന തോണിയും കാത്ത് ഒരു നിപ്പുണ്ട് വലുവട്ടൻ. അന്ന് ഈ കാണുന്ന ഭരതനാശാനാണെന്നാണോ വിചാരം? കൊച്ചു പോക്കിരി താഴെ നിർത്തി അപ്പം പുഴയിൽ ചാടുമെന്ന് ഉറപ്പാ. ഭാഗ്യം, ജീവൻ പോയിട്ടില്ല. പിടിക്കേ. എന്താ ഏതാന്നറിയാണ്ട് നമുക്ക് വേണം ഈ വയ്യാവേലി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയാതെ കിടക്കുന്ന മനുഷ്യജീവനല്ലേ വലുവേട്ട. പിടിക്കേ. മോളെ ദേവോ, ദേവുട്ടിയേ. ദാ വന്നു. ആ വാ. ദാ. ഹായ്. എങ്ങനെയുണ്ട്? ഇവൾക്ക് കൂട്ടുകിടന്ന് രമണിമോള് വലഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്നാൽ എന്താ, ഇവൾക്കും കിട്ടണ്ടല്ലോ പൂരസമ്മാനായിട്ട് വളകൾ. നിങ്ങൾ അച്ഛനും മോളും കൂടി സംസാരിച്ചിരിക്കും, ഞാൻ ചെല്ലട്ടെ. 2 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. എന്നാ മോള് ചെല്ല്. നേരം പുലരും മുമ്പ് ഇങ്ങ് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം. പുലരും മുമ്പ് കടവ് കിടക്കണമെന്ന് നിരീക്ഷിച്ച് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, എത്തുകയും ചെയ്തു. അപ്പോഴല്ലേ നമ്മുടെ ഭരതന് പുഴക്കരയിൽ ഒരു സമ്മാനം കിട്ടിയത്. സമ്മാനോ? ആ, തലയും പൊട്ടി ബോധം കെട്ടി കിടന്ന ഒരുത്തൻ ആരോ നന്നായിട്ട് കൈകാര്യം ചെയ്തതാ. ഈശ്വരാ, എന്നിട്ടെന്താ, അവൻ അതിനെ വീട്ടിലേക്ക് എടുത്തേ പറ്റുമെന്ന്. ആരാന്നറിഞ്ഞോ? അതിന് ബോധം വീണിട്ട് വേണ്ടേ? എന്താ ചെയ്യാ? രണ്ടാളും എന്റെ അടുത്ത് വാങ്ങും. അപ്പുറത്ത് പോയി കളിക്കടി. വഴക്ക് കൂടണ്ട, അമ്മ ഇപ്പം കൂടെ വരും. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക. അച്ഛനിങ്ങനെ കൊഞ്ചിച്ചാ മതിയല്ലോ. നിനക്ക് എന്ത് പറ്റിയടിയൊന്നും? എന്നെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഊരും പേരും അറിയാത്ത ഒരുത്തനെ. അപ്പൊ അതാണ് കാര്യം. ഭരതേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ? എടി, ചോര വാർന്ന് ചായം കിടക്കണപ്പോ അത് നോക്കിയില്ല. അതിനിവിടെ പോലീസ് വാശി. ഭരതേട്ടൻ മാത്രമേ ഉള്ളോ ഒരു രക്ഷകൻ? അതെ, അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ എന്റെ ഈ 3 പിള്ളേരെ പറ്റിട്ട് നീ ഇവിടെ നിൽക്കില്ലായിരുന്നു. പണ്ട് നെന്മാറ പൂരപ്പറമ്പില് കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ദീനം വന്ന് ചത്തപ്പോ പോകാനൊരു ദിക്കില്ലാതെ ആകാശത്തേക്ക് നോക്കി വാവിട്ട് കരയാൻ നിന്നെ കണ്ടപ്പോ മറ്റൊന്നും നോക്കാതെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നതും ഈ ഒരു മനസ്സുകൊണ്ട് തന്നെ. ഓ, ഒടുക്ക അതിൽ തന്നെ എത്തണം. ഞാൻ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ലേ? എടി,
നീ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളാണെന്ന് ആരാ എന്നോട് പറഞ്ഞത്?